തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് കോഴിക്കോട് CPIയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസാണ്. ഇപ്പോൾ BJPയും കോൺഗ്രസും ഒക്കെ അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF ആണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. എങ്ങനെയാണ് ചർച്ചകളൊക്കെ കഴിഞ്ഞോ? എങ്ങനെയാണ് ഇനി പ്രതീക്ഷകൾ? ചർച്ചകളെല്ലാം പൂർത്തീകരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നാളെ ഉണ്ടാവും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ 28 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും കോഴിക്കോട് കോർപ്പറേഷനിലെ 76 സ്ഥാനാർത്ഥികളെയും നാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകമായ പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് മുന്നൊരുക്കങ്ങളെല്ലാം നടന്നു വരുന്നു. പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും കോർപ്പറേഷൻ തലത്തിലുള്ള കൺവെൻഷനുകളുടെ തീയതി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും പഞ്ചായത്തുകളിൽ കൺവെൻഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ആ നിലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാപരമായ മുന്നൊരുക്കങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതേതാണ്ട് പൂർത്തീകരിച്ചു വരുന്നു. ഇത്തവണ RJD ചെറിയൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ശ്രേയാംസ്കുമാർ ഉൾപ്പെടെയുള്ളവർ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ RJDയുമായി ബന്ധപ്പെട്ട പരാതികളെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. എന്താണ് ആ പരാതിയെന്നോ എങ്ങനെ പരാതി ഉണ്ടോ എന്നൊന്നും പോലും അറിയില്ല. ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ വളരെ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും സീറ്റ് വിഭജനത്തിൻ്റെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. നാളത്തോടു കൂടി സ്ഥാനാർത്ഥികളാവും. മറ്റങ്ങനെ പരാതികളെക്കുറിച്ചൊന്നും എനിക്ക് അറിവുള്ള കാര്യമല്ല. CPIനെ സംബന്ധിച്ചിടത്തോളം എത്ര സീറ്റുകളിലേക്കാണ് മത്സരിക്കുന്നത്? 5 സീറ്റുകൾ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് മറ്റു പ്രതീക്ഷകളൊക്കെ CPIനെ സംബന്ധിച്ച്? കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷവും CPI മത്സരിച്ചിരുന്ന സീറ്റുകൾ, ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിരുന്ന സീറ്റുകൾ അത് 5 കോർപ്പറേഷനിൽ, 4 ജില്ലാ പഞ്ചായത്തിൽ. ആ സീറ്റുകൾ ഈ വർഷവും ഞങ്ങൾ മത്സരിക്കും. സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ധാരണയായിട്ടുണ്ട്. നിലവിൽ LDFന് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ പ്രതീക്ഷയുണ്ട്. അതേസമയം കോൺഗ്രസും BJP പറയുന്നത് അവർ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ തവണ രണ്ടാമതെത്തി, അതുകൊണ്ട് ഇത്തവണ അത് നേടിയെടുക്കുമെന്നുള്ളതാണ്. കോൺഗ്രസും പുതിയ പല സ്ഥാനാർത്ഥികളെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മത്സരം? തെരഞ്ഞെടുപ്പ് കാലത്ത് അവകാശവാദം എല്ലാവർക്കും ഉന്നയിക്കാം. പക്ഷേ ആത്യന്തികമായ വിജയം ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരിക്കും. കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ കുറേ കൂടി പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം നേടിയെടുത്തുകൊണ്ട് വലിയ വിജയം ഈ ഒരു കോഴിക്കോട് ജില്ലയിലാകെ ഇടതുപക്ഷത്തിനുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നു, പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, നേരത്തെ പ്രഖ്യാപനം നടത്തുന്നു. ഇതൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ പൊതു അന്തരീക്ഷത്തെ ബാധിക്കുന്ന കാര്യമല്ല. വളരെ കൃത്യമായ രാഷ്ട്രീയ സംഘടനാ ഒരുക്കങ്ങളിലൂടെ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോഴിക്കോട് ജില്ലയിൽ മിന്നുന്ന വിജയം നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും CPI അവരുടെ നിലപാട് കൂടെ വ്യക്തമാക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ഇന്ന് അടുത്ത ദിവസം തന്നെ ഈ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും LDF പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.